भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 843 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 21 അധ്യായത്തിൽ 15 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുകയാണ്, മന്ത്രസ്യ ച പരിജ്ഞാനം കർമ്മശുദ്ധിർമദർപ്പണം ധർമ്മ സമ്പദ്യതേ ഷഡ്ഭിരധർമ്മസ്തു വിപര്യ. മന്ത്രത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് പരിജ്ഞാനം, അതിനെ നല്ലപോലെ മനസ്സിലാക്കുന്നതാണ്. മദർപ്പണം, എന്നിൽ സമർപ്പിക്കുന്നത് കർമ്മത്തിൻ്റെ ശുദ്ധിയാണ്. ഷഡ്ഭി, ഇങ്ങനെ ഈ 6 കാര്യങ്ങളാൽ ധർമ്മം ഉണ്ടാവുന്നു. വിപര്യേഹ, അതിന് വിപരീതം അധർമ്മവും ആണ്. ഇപ്പം എന്താണ് ധർമ്മം? ഈ ദേശം, കാലം, ദ്രവ്യം, കർത്താവ്, മന്ത്രം, കർമ്മം, ഇത്6 ശുദ്ധമായിരിക്കുന്നതാണ് ധർമ്മം. അപ്പം ജ്ഞാനിയായ ഗുരുവിൽ നിന്ന് മന്ത്രത്തെ വേണ്ടതുപോലെ ഗ്രഹിക്കുന്നതാണ് മന്ത്രത്തിൻ്റെ ശുദ്ധി. കർമ്മത്തിൻ്റെ ശുദ്ധിയോ ഭഗവാന്റെ പ്രീതിക്കായിട്ട് സമർപ്പിക്കുക, അതാണ് കർമ്മത്തിൻ്റെ ശുദ്ധിയായിട്ട് കണക്കാക്കുന്നത്. ക്വചിത് ഗുണോപി ദോഷസ്യാൽ ദോഷോപി വിധിനാഗുണ ഗുണദോഷാർത്ഥ നിയമസ്തദ്ഭിതാമേവ ബാധത്തെ. ക്വചിത് വിധിനാ ഗുണ, ചിലയിടത്ത് വിധിയാൽ ഗുണമായിട്ടും മാറും. ഗുണദോഷാർത്ഥ നിയമ, ഗുണദോഷാർത്ഥ നിയമം തദ്ഭിതാം ഏവ, അവയുടെ ഭേദത്തെ തന്നെ ബാധിക്കുന്നു. ഇപ്പം ഈ ഗുണദോഷ വിഭാഗം സത്യത്തിൽ ഉള്ളതല്ല, കൽപ്പിതമാണ്, നമ്മളുടെ ഒരു സങ്കല്പമാണത്. ചിലയിടത്ത് ഗുണമായ സംഗതി തന്നെ മറ്റു ചിലതിൽ ദോഷമായിട്ട് വരും, ഇല്ലേ? ആപത്തിലകപ്പെട്ട ഒരു ബ്രാഹ്മണന് പ്രതിഗ്രഹം ദോഷമല്ല, എങ്കിലും ആപത്തില്ലാത്ത അവസരത്തിൽ പ്രതിഗ്രഹം ദോഷമാണ്.
ശക്തിക്കനുസരിച്ച് പ്രവൃത്തി ഒരാൾക്ക് ഗുണമാണ്, എന്നാൽ ആ വിധമല്ലാത്തൊരാൾക്ക് ആ പ്രവൃത്തി ദോഷമാണ്. അവിരക്തൻ, വിരക്തി വരാത്ത ആള് ഭാര്യാദികളെ ഉപേക്ഷിക്കുന്നത് ദോഷമാണ്, വിരക്തന് ഈ പ്രവൃത്തി ഗുണമാണ്. ഇങ്ങനെ ഒരേ കാര്യം തന്നെ ഗുണമായും ദോഷമായും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഗുണദോഷ വിഭാഗം എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യനിർവഹണത്തിന് വേണ്ടി മാത്രമാണ്. പരമാർത്ഥത്തിൽ ഈ ഭേദമില്ല എന്നാണ്. ഗുണമുള്ളതിൽ ദോഷവും ദോഷമുള്ളതിൽ ഗുണവും എന്ന് വന്നാൽ അതിലൊന്ന് മിഥ്യയായിരിക്കും, അല്ലേ? അപ്പോൾ ഗുണദോഷ ഭേദ കൽപ്പന തന്നെ ഇല്ലാത്തതാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു. സമാന കർമാചരണം പതിതാനം ന പാതകം ഔൽപത്തികോ ഗുണസംഗോ ന ശയാന പതത്യഥ. സമാന കർമാചരണം, തുല്യമായ കർമ്മത്തിൻ്റെ അനുഷ്ഠാനം, പതിതാനാം ന പാതകം, പതിച്ചവർക്ക് ഒരിക്കലും പതനത്തിന് കാരണമല്ല. സംഘം, സംയോഗം, ഔൽപത്തിക, മുമ്പ് സ്വീകരിച്ചതായ കാരണത്താൽ, ഗുണം, അധഹ, താഴത്ത്, ശയാനഹ, കിടക്കുന്നവൻ, ന പതതി. ഒരു ഉപമ പറയുകയാണ്. ദോഷം എന്ന് പറയുന്നത് ചില ദിക്കിൽ ദോഷമല്ല, ഗുണത്വമുണ്ട് എന്നാണ്. ഒരു കർമ്മം തന്നെ ചിലർക്ക് ദോഷമുണ്ടാക്കും, മറ്റു ചില ആളുകൾക്ക് അതേ പ്രകാരം പ്രവൃത്തി ദോഷമല്ല എന്നും വരുന്നു. ഒരു ഉദാഹരണം പറയുന്നത് എന്താ? മദ്യപാനം. അത് അധപ്പതനത്തിന് കാരണമാണ്. മുമ്പ് പതിക്കാത്തവരെ കുറിച്ചാണ് ഇത് ദോഷം. മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വതേ വീണുപോയ ആൾക്ക് ഇതുകൊണ്ട് വിശേഷമായിട്ടൊരു പതനമില്ല. അപ്പം കർമ്മത്തിന് യോഗ്യതയില്ലാതിരിക്കുന്നതിനെയാണ് പതനം എന്ന് പറയാം. അത് മുമ്പ് തന്നെ സിദ്ധമായാൽ മദ്യപാനം കൊണ്ട് വിശേഷമായിട്ടുള്ളൊരു പതനമില്ല. താഴത്ത് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ പിന്നെ മുകളിൽ നിന്ന് വീഴുന്ന പ്രശ്നമില്ല, അല്ലേ? സ്ത്രീ സംയോഗം സന്യാസിക്ക് ദോഷമാണ്, ഗൃഹസ്ഥന് ഗുണവുമാണ്. ആശ്രമം അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും. ഋതൗ ഭാര്യാം ഉപേയാൽ എന്നാണ്. ഋതുകാലത്തിൽ സ്നാതയായ ഭാര്യയോടുകൂടി യോജിക്കണം എന്ന് വേദം തന്നെ പറയുന്നു. അതുകൊണ്ട് ഓരോരോ നിലയിലിരിക്കുന്നവരെ അതിൽ നിന്ന് ഉയർത്താനുള്ളൊരു മാർഗം മാത്രമാണ് ഈ ഗുണദോഷ വിഭാഗം. അല്ലാതെ സ്വതേ ഗുണം ദോഷം എന്ന ആ വിഭാഗം അല്ലെങ്കിൽ ആ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഗുണമുണ്ട് അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നത്, ഗുണദോഷങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് ദോഷവും, രണ്ടിനെയും ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് ഗുണവുമാണെന്ന് പറയുന്നുണ്ട്. യതോ യതോ നിവർത്തേത വിമുച്യേത തതസ്തത ഏഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹഭയാപഹ. യത ഏതേതിൽ നിന്ന് നിവർത്തേത നിവർത്തിക്കുമോ, തതത്തത അതിൽ നിന്ന് വിമുച്യേത മോചിക്കപ്പെടും. ഏഷ ധർമ്മ ഈ ധർമ്മം, നൃണാം ക്ഷേമ ശോകമോഹഭയാപഹ അത് മനുഷ്യർക്ക് സുഖത്തെ ഉണ്ടാക്കുന്നതും ശോകം ദുഃഖം മോഹം അജ്ഞാനം ഭയം ഇവയൊക്കെ നശിപ്പിക്കുന്നതുമാണ് എന്ന് ഭഗവാൻ തുടർന്ന് പറയുന്നു. ഇപ്പോൾ ഗുണദോഷ വിധി പ്രവൃത്തിയെ അവസാനിപ്പിച്ച് നിവൃത്തിയിലേക്ക് വരാനുള്ള ഉപായമാണ്. അശുദ്ധമായ ഏതേതിൽ നിന്ന് നിവർത്തിക്കുമോ അതതുകളോടുള്ള ബന്ധമില്ലാതെയാണ്. ഈ ധർമ്മം മനുഷ്യർക്ക് ക്ഷേമകരമാണ്. അവരുടെ ദുഃഖത്തെയും അവരുടെ മോഹത്തെയും അവരുടെ ഭയത്തെയുമൊക്കെ ഇത് ഇല്ലാതെയാക്കുന്നതാണ്, അവരെ രക്ഷിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നു. വിഷയേഷു ഗുണധ്യാസാൽ പുംസസംഗസ്തതോ ഭവേൽ സംഗാത്തത്ര ഭവേൽ കാമാദേവ കലിർനൃണാം. പിന്നെ പറയാണ്, വിഷയങ്ങളിൽ ഗുണാധ്യാസാൽ ഗുണങ്ങളുടെ ആരോപം കാരണം പുംസഹ പുമാന് തഥാ സംഗഹ അതിൽ ചേർച്ചയും സംഗാത് ആ ആസക്തി കാരണമായിട്ട് തന്നെ നൃണാം കലി ഭവേൽ കലഹവും ഉണ്ടാവും മനുഷ്യർക്ക്. അപ്പോൾ പ്രവൃത്തിമാർഗം അനർത്ഥമാണെന്നും നിവൃത്തിമാർഗത്തിൽ ശ്രദ്ധിക്കുന്നവർക്കേ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും കാണിക്കുകയാണ്. വിഷയങ്ങളിൽ ഗുണമുണ്ടെന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് ജനങ്ങൾക്ക് അതിൽ ആസക്തി ഉണ്ടാവും.
അതുകൊണ്ട് എന്തുണ്ടാവണു? അതുകൊണ്ട് കാമം ഉണ്ടാവണു, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവണം. കാമത്തിന് തടസ്സം വരുമ്പോഴോ അപ്പോഴാണ് ക്രോധം ഉണ്ടാവുക, അല്ലെങ്കിൽ കലഹം ഉണ്ടാവുക. ആഗ്രഹത്തിന് ആർ വിരോധം വരുത്തുന്നോ അവരെക്കുറിച്ചാണ് ദേഷ്യം. അതെല്ലാവർക്കും നമുക്കൊക്കെ അറിയാം. അങ്ങനെയെങ്കിൽ ദേഷ്യത്തിൻ്റെ ജന്മസ്ഥാനം ആഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായത്തെ സംഗാൽ സഞ്ജായത്തെ കാമ കാമാൽ ക്രോധോഭിജായത്തെ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അപ്പം സംഘം എന്നുള്ളത്, സംഘമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കാമുണ്ടാവും, കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാവും. അതുകൊണ്ട് സംഘം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. കലേർ ദുർവിഷ ക്രോധസ്തമസ്തമനുവർത്തത്തെ തമസാ ഗ്രസ്യത്തെ പുംസശ്ചേതന വ്യാപിനി ദ്രുതം. പുംസ കലേ, പുമാന് കലിയിൽ നിന്ന് ദുർവിഷ ക്രോധ, ഏറ്റവും സഹിക്കാൻ സാധിക്കാത്ത ദേഷ്യം ഉണ്ടാവുന്നു. അതിനെ തമസ് അനുവർത്തിക്കുന്നു. അനുവർത്തതെ തമസ, തമോ ഗുണത്താൽ വ്യാപിനി, നമുക്ക് ആലോചിക്കാനുള്ള ചേതന സാമർഥ്യം ദ്രുതം ഗ്രസ്യത്തെ, വളരെ പെട്ടെന്ന് വിഴുങ്ങപ്പെടുന്നു, അല്ലെങ്കിൽ അത് നശിക്കുന്നു. കലഹത്തിൽ നിന്നാണ് കഠിനമായ ക്രോധം ഉണ്ടാവുക. ക്രോധം വർദ്ധിക്കും തോറും എന്തുണ്ടാവും? ബുദ്ധി മോഹിക്കും. ഈ മോഹത്തെ തമോ ഗുണം എന്ന് പറയുന്നു. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ, അത് ബുദ്ധിയിലുണ്ടാവുമ്പോൾ കാര്യാകാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരശീലം, അല്ലെങ്കിൽ തീർച്ചപ്പെടുത്താനുള്ള സാമർഥ്യം അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. തയാ വിരഹിത സാധോ ജന്തു ശൂന്യായ കൽപ്പത്തെ തതോസ്യ സ്വാർത്ഥവിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച. തയാ വിരഹിത, അതോടെ വേറിട്ട ജന്തു, പ്രാണി, സാധോ, ഹേ സാധോ, ശൂന്യായ കൽപ്പത്തെ, ശൂന്യത്തിനായിക്കൊണ്ട് യോഗ്യനാണ്. അതുകൊണ്ട് തഥാ മൂർച്ഛിതസ്യ മൃതസ്യ ച, ആലസ്യത്തിലകപ്പെട്ടവനും അതേപോലെ മരിച്ചതിന് തുല്യം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന അസ്യ, ഇവന് സ്വാർത്ഥവിഭ്രംശ, പുരുഷാർത്ഥനാശം ഉണ്ടാവണു എന്നാണ്. ഇങ്ങനെ ന്യായം അന്യായം ഇത് തിരിച്ചറിയാനുള്ള ശക്തിക്ക് വിവേകം. ആ വിവേകം നശിക്കുമ്പോൾ എല്ലാം നശിച്ചു. അതുകൊണ്ട് അവിവേകിക്കൊന്നുമില്ല. അതുകൊണ്ട് എന്തു വേണം? അവന് പുരുഷാർത്ഥങ്ങളൊന്നും സാധിക്കുകയില്ല. ഇവൻ മരിച്ചവനോടും മോഹാലസ്യത്തിലകപ്പെട്ടവനോടും തുല്യമാണ്. ഇവൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. എന്ന് തന്നെയല്ല, ഇല്ലാതെയാവുന്നതാണ് കുറച്ചുകൂടി ഭേദം എന്ന് തോന്നും. ആ സ്ഥിതിയിൽ നിന്ന് അധപ്പതനം കൂടി ഉണ്ടാവുന്നു. വിഷയാഭിനിവേശേന ആത്മാനം വേദനാപരം വൃക്ഷജീവികയാ ജീവൻ വ്യർത്ഥം ഭസ്ത്രേവയശ്വസൻ. വിഷയാഭിനിവേശേന, വിഷയങ്ങളിലുള്ള പ്രത്യേകമായിട്ടുള്ള അധിക താല്പര്യം കാരണം യാതൊരുത്തൻ ആത്മാനം അപരം ന വേദ, ചൈതന്യത്തെയും അതേപോലെ തന്നെ അന്യമായ ജഡപദാർത്ഥത്തെയും ന വേദ, അറിയുന്നില്ല. വൃക്ഷജീവികയാ, വൃക്ഷം ജീവിക്കുന്നത് പോലെ, ഭസ്ത്ര ഇവ, തോൽത്തുരുത്തി പോലെ, ശ്വസൻ, ശ്വാസം വിട്ടും കൊണ്ട്, വ്യർത്ഥം ജീവൻ, വ്യർത്ഥമായിട്ട് വെറുതെ ജീവിക്കുന്നു. വിഷയസുഖങ്ങളിലുള്ള അധിക താല്പര്യം കൊണ്ട് ആത്മാവിനെയും അന്യമായ ജഡപദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഏതുപോലെ വൃക്ഷങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് മൂർച്ഛിതത്തിന് തുല്യമായി തോൽത്തുരുത്തി പോലെ ശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ലാതെ ബുദ്ധിപൂർവമായ ഒരു പ്രവൃത്തിയും ഇയാളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന തലത്തിലാണ് ഇങ്ങനെയുള്ള വിഷയാഭിനിവേശന, വിഷയങ്ങളിലുള്ള അത്യാസക്തിയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നീട് ഫലശ്രുതിയെ പറയാണ്. ഫലശ്രുതിരിയം നൃണാം ന ശ്രേയോ രോചനം പരം ശ്രേയോ വിവക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം.
ഇയം ഫലശ്രുതി, ഈ ഫലശ്രുതി നൃണാം ന ശ്രേയ, മനുഷ്യർക്ക് ശ്രേയസ്സല്ല. പരം രോചനം, കേവലം രുചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതിൽ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഭൈഷജ്യരോചനം, മരുന്നിൽ രുചിയുണ്ടാവാൻ. യഥാ, പറയുന്നത് പോലെ, ശ്രേയോ വിവക്ഷയാ, ശ്രേയസ്സിനെ ബോധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രോക്തം, പറയപ്പെട്ടതാണ്. വിഷയാശ അനർത്ഥത്തിന് കാരണമാണെങ്കിൽ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അത് ചെയ്യാതിരുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധിച്ചത്? വിഷയസുഖം അനുഭവിക്കുന്നതും ഒരു പുരുഷാർത്ഥപ്രാപ്തി തന്നെ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നാണ്. സ്വർഗാദിഫലം സിദ്ധിക്കും എന്ന് പറയുന്ന ഫലശ്രുതി ബഹിർമുഖമായിട്ടുള്ള ആളുകൾക്ക്, അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് സൽക്കർമ്മങ്ങളിലും അതുവഴി നിഷ്കാമകർമാനുഷ്ഠാനത്തിലേക്കും ശ്രദ്ധ വരാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവരെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേദത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവരെ നേരിട്ട് മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇത്തരത്തിൽ ചില ഫലശ്രുതികൾ പറഞ്ഞ് അവരെ ഇതിൽ താല്പര്യമുള്ളവരാക്കുക. സ്വർഗാദി ലോകപ്രാപ്തി പരമഫലം എന്നല്ല വേദം പറയുന്നത്. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർ ഇതിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാർ മരുന്ന് കൊടുക്കുമ്പോൾ പറയും, മരുന്ന് സേവിച്ചു കഴിഞ്ഞാൽ നിനക്ക് മധുരമുള്ള എന്തെങ്കിലും തരാം, അതല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, ഒരു പക്ഷേ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാം, ഇങ്ങനെ പലതും പറയും. ഇതേപോലെ അപ്പോൾ ഔഷധം സേവിച്ചതിൻ്റെ ഫലം എന്നുള്ളത് മധുര പലഹാരം കഴിക്കലല്ല, മറിച്ച് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ രോഗം മാറുക എന്നുള്ളതാണ്. ഈ മരുന്ന് കഴിച്ചോളൂ, നിനക്ക് പലഹാരം തരാം എന്ന് അച്ഛൻ പറയുമ്പോൾ മകൻ മരുന്ന് കഴിക്കണു, ഫലം പലഹാരം കിട്ടലല്ല, മറിച്ച് ഇവിടെ എന്താണ്? ആ രോഗം മാറലാണ്. അതല്ലെങ്കിൽ പറയണു, ദാ ഇത് കഴിച്ചോളൂ, മരുന്ന് സേവിച്ചോളൂ, നിൻ്റെ തലമുടി നല്ല പോലെ വളരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി വളരലാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ട് കഴിക്കും. മരുന്ന് കഴിക്കേണ്ടത് എന്തിനാ? മറ്റേതെങ്കിലും രോഗം മാറാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ആണ് വേദങ്ങൾ ഫലശ്രുതി പറഞ്ഞിട്ടുള്ളത് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോ മർത്യ ആത്മനോനർത്ഥഹേതുഷു. ഉൽപ്പത്യ ഏവ, ജനനം മുതൽക്ക് തന്നെ, ആത്മനഃ തനിക്ക്, അനർത്ഥഹേതുഷു കാമേഷു അനർത്ഥത്തിന് കാരണമായ കാമങ്ങളിൽ, വിഷയങ്ങളിൽ, പ്രാണേഷു പ്രാണാദി പുഷ്ടിപ്രദമായ കാര്യങ്ങളിലും, സ്വജനേഷു സ്വജനങ്ങളിലും, മർത്യ ആസക്ത മനസ്സഹ മനുഷ്യൻ ആസക്തിയുള്ളവനാണെന്നാണ്. കർമ്മങ്ങളും അതുകൊണ്ടുള്ള ഫലങ്ങളും വിവരിക്കുന്നു കർമ്മകാണ്ഡത്തിൽ. അതിൽ മോക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കാനാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് കർമ്മകാണ്ഡം നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുക? വേദത്തിൻ്റെ ആശയം കേവലം അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല. വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് കർമ്മകാണ്ഡം എന്നും വിചാരിക്കേണ്ട. വേദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥതലം വളരെ അഗാധമാണ്. കേട്ട ഉടനെ നമുക്കതിൻ്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ ശബ്ദാർത്ഥം മാത്രമേ മനസ്സിലാവുള്ളൂ. വേദത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആന്തരികമായ അർത്ഥം എന്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് ചുരുക്കം. അതുകൊണ്ട് പ്രവൃത്തിയിൽ നിന്ന് ക്രമേണ ഉയർത്തി പരമശ്രേയസ്സായ ആ ഭഗവത് പദപ്രാപ്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് കർമ്മകാണ്ഡത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ശുദ്ധി ഉണ്ടാവും, അങ്ങനെ ചിന്തകൾക്ക് തെളിമയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് ജനനം മുതൽക്ക് തന്നെ പറഞ്ഞു, ഉൽപ്പത്യൈവ ഹി, ജനനത്തിൽ തന്നെ എന്തുണ്ടാവണു? വിഷയസുഖങ്ങളിലും ശരീരേന്ദ്രിയാദികളെ പോഷിപ്പിക്കുന്ന കാര്യത്തിലും, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ബന്ധുക്കള്, ഇങ്ങനെയുള്ള സ്വജനങ്ങളിലൊക്കെ സ്വതേ തന്നെ ആസക്തി വർദ്ധിച്ചു വരും. അപ്പോൾ മനുഷ്യരിൽ നിന്ന് എത്രയോ താണിരിക്കുന്ന
മൃഗങ്ങൾക്ക് പോലും ഈ ധർമ്മമുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് ഈ ധർമ്മമാണോ വെച്ച് പുലർത്തേണ്ടത്? അപ്പോൾ മനുഷ്യർക്കുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഈ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നിടത്തോളം അനർത്ഥങ്ങളും ദുഃഖങ്ങളും വർദ്ധിക്കും. നിത്യമായ തൃപ്തി, നിത്യമായ ആനന്ദം, നിത്യമായ സുഖം എന്നുള്ളത് ഇത്തരക്കാർക്ക് ലഭിക്കില്ല. അതത് ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ കുറച്ചൊരു തൃപ്തി തോന്നും എന്നല്ലാതെ അധികം വൈകാതെ അത് മടുക്കും, പിന്നെ മറ്റൊന്നിൻ്റെ പിന്നാലെയാവും. അങ്ങനെയല്ലാതെ സ്വസ്ഥതയില്ല എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നു. നതാന വിദുഷ സ്വാർത്ഥം ഭ്രാമ്യതോ വ്രജിനാധ്വനി കഥം യുഞ്ജ്യാൽ പുനസ്തേഷു താംസ്തമോ വിശതോ അബുധ. സ്വാർത്ഥം അവിദുഷ, തനിക്ക് ഗുണമായ കാര്യത്തെ അറിയാത്തവരും, വ്രജിനാധ്വനി ദുഃഖമാർഗത്തിൽ ഭ്രാമ്യതഃ ഭ്രമിക്കുന്നവരും, നതാൻ നമസ്കരിച്ചവരും, തമഹ അന്ധകാരത്തെ വിശത പ്രവേശിക്കുന്നവരുമായ താൻ അവരെ വീണ്ടും തേഷു അവയിൽ നിന്ന് തന്നെ ബുധഃ അറിവുള്ളവൻ കഥം യുഞ്ജാൽ എങ്ങനെ യോജിപ്പിക്കും. അപ്പോൾ വിഷയാന്വേഷണ രൂപമായ ദുഃഖമാർഗത്തിൽ പ്രവർത്തിക്കണു എന്നല്ലാതെ പരമസുഖം ഉണ്ടാവണില്ല. അപ്പം ദുഃഖനിവൃത്തി എങ്ങനെയാണ് ഉണ്ടാവുക? അത് ചോദിക്കുന്ന ആളുകളുണ്ട്, നമസ്കരിച്ച് ചോദിക്കും. വിശ്വസിക്കുന്നവരായ മനുഷ്യരോട് ആയുസ്സിനെ കാക്ഷിക്കൂ, വിഷയങ്ങൾ അനുഭവിക്കൂ, സ്വജനങ്ങളെ സ്നേഹിക്കൂ എന്ന് ഇതേ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ വീണ്ടും പറയുകയാണ്. അതേ മാർഗത്തിൽ സഞ്ചരിച്ച് ദുഃഖിക്കാനും അധപ്പതിക്കാനും കാരണമായ മാർഗത്തെ അറിവ് തന്നെ രൂപമായിരിക്കുന്ന വേദം ഉപദേശിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. വേദോപദേശം കൂടാതെ തന്നെ അനർത്ഥത്തിന് കാരണമായ വിഷയങ്ങളിൽ ഭ്രമിക്കുന്നവരെ വീണ്ടും അതിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യാത്തതാണ്. അങ്ങനെയിരിക്കെ അപൗരുഷേയമായ മഹിമ കൊണ്ട് വളരെ വിശേഷമായിരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന വേദം തീർത്തും അയോഗ്യമായിട്ടുള്ളൊരു കാര്യം ഉപദേശിക്കുമോ? ഉണ്ടാവില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് കർമ്മകാണ്ഡം നിവൃത്തിമാർഗത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചവരോട് ക്രമേണ മാർഗോപദേശം ചെയ്ത് പ്രാപ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അജ്ഞേയ ജ്ഞാപകം ശാസ്ത്രം അപ്രാപ്യ പ്രാപകം തഥാ എന്നാണ്. അറിയാൻ പ്രയാസമായതിനെ അറിയിക്കുകയും പ്രാപിക്കാൻ പ്രയാസമായതിനെ പ്രാപിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ, വേദത്തിൻ്റെ മര്യാദ എന്ന് പറയുന്നത്, വേദത്തിൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ആ 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 21-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം
ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.